ഇപ്പോൾ സാനു മാഷിനെ സുരേഷ് ഗോപി MP കാണാനെത്തിയിരിക്കുകയാണ് തത്സമയം. സാനു മാഷിനെ കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകനായ പ്രൊഫസർ MK സാനു ആണ് അന്തരിച്ചത്. 98-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം മരിച്ചത്. വൈകിട്ട് 5:35 അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിൽ അധികൃതർ ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചത്. വീട്ടിൽ വീണതിനെ തുടർന്ന് കഴിഞ്ഞ 25 സാനു മാഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വീഴ്ചയിൽ കഴുത്തിന്റെ വലതുഭാഗത്ത് പൊട്ടൽ സംഭവിച്ചിരുന്നു. പിന്നീട് ആരോഗ്യനില വഷളാകുകയായിരുന്നു. 2 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു. ഹൃദയധമനിയിൽ തടസ്സങ്ങൾ ഉൾപ്പെടെയുള്ള ഹൃദയ പ്രശ്നങ്ങൾക്കൊപ്പം ന്യൂമോണിയയും ബാധിച്ചിരുന്നു. ശ്വാസതടസ്സവും അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നു. ഇതോടെയാണ് ആരോഗ്യനില കൂടുതൽ വഷളായത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആശുപത്രിയിൽ പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിനുശേഷം നാളെ രാവിലെ 8 മണിയോടെ അദ്ദേഹത്തിന്റെ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. പലർക്കും അധ്യാപകൻ തുല്യമായിരുന്നു MK സാനു മാഷ്. അദ്ദേഹമാണ് ഇപ്പോൾ വിട പറയുന്നത്. 8 മണിയോടെ നാളെ രാവിലെ 8 മണിയോടെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകും. 9 മണി മുതൽ 10 വരെ വീട്ടിലെത്തിക്കും. അതിനുശേഷം ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരം. അതിനുശേഷം രവിപുരത്തെ ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത്. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 4 വർഷത്തോളം സ്കൂൾ അധ്യാപകനായി. പിന്നീട് വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അധ്യാപക വൃത്തത്തിലേർപ്പെട്ടു. 1958 5 ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി. 1983 അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി 40ഓളം കൃതികളുടെ കർത്താവാണ് ഇപ്പോൾ വിട പറയുന്നത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളടക്കം MK സാനു മാഷിന് ലഭിച്ചിട്ടുണ്ട്. ദീർഘകാലം അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിൽ മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സാംസ്കാരിക മണ്ഡലത്തിൽ സജീവമായിരുന്ന വ്യക്തിത്വമായിരുന്നു. 40ഓളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എന്നും ജനാധിപത്യത്തിന്റെ ശബ്ദമായി നിലകൊണ്ട ഒരു ആളാണ് സാനു മാഷ്. നിലപാടുകളുടെ ധീരത എന്നും അദ്ദേഹത്തെ സൂചിപ്പിച്ചിരുന്നു പലരും. MK സാനു മാഷ് ഇപ്പോൾ ഓർമ്മയായിരിക്കുകയാണ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് അന്ത്യം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആശുപത്രി പരിസരത്ത് പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുവാൻ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആശുപത്രി പരിസരത്ത് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ആളുകൾ അദ്ദേഹത്തിന് അനുസ്മരിച്ചുകൊണ്ട് പറയുകയുണ്ടായി.